മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട മാതിരി തന്നെയുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഹാക്കാണ്. അതായത് പഫ് ഹെയർ സ്റ്റൈൽ എങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ പഫ് മേക്കർ ഒന്നും ഇല്ലാണ്ട് ബംബിറ്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള 2 ട്രിക്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 3 ഹെയർ സ്റ്റൈൽ ഹാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പേർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു. കുറേ പേര് എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഇതുമാതിരിയുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോസ് ചെയ്യാമോ, ഇതുപോലെയുള്ള ഹെയർ സ്റ്റൈൽ ട്രിക്കുകൾ ഹാക്സുകളൊക്കെ ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതായി വരുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിലോട്ട് പോകാൻ പറ്റും. ആ 3 ഹെയർ സ്റ്റൈൽ ഹാക്സിൻ്റെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 2 ട്രിക്സ് എന്ന്. ഫസ്റ്റത്തെ ട്രിക്ക്, അപ്പോൾ ഇതുമാതിരി ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കോമ്പ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഹെയർ സ്റ്റൈലുകളും വാച്ചിലൊക്കെ എടുക്കാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചീർപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ എന്താ ഇങ്ങനെ എടുക്കുകയാണ്. ഹെയർ നല്ല പോലെ ചീകി എടുക്കുക, ചെടിയൊക്കെ കളഞ്ഞിട്ട് നല്ല മാതിരി ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അധികം തിക്കിലെടുക്കരുത്, അധികം കട്ടിയിലെടുക്കരുത്. ഒരു ഫസ്റ്റ് ലെയർ മാത്രം, ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഫസ്റ്റ് ലെയർ മാത്രം എടുക്കുക. ഹെയർ ബാക്കിലെ ഉള്ളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ചീർപ്പുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ ഹെയർ സ്റ്റൈലുകളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫസ്റ്റ് ലെയർ മാത്രമായിട്ട് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു റബ്ബർ ബാൻഡാണ്. ഇതുമാതിരിയുള്ളൊരു ബ്ലാക്ക് ബാൻഡ് വേണം. ബ്ലാക്ക് തന്നെ വേണം കേട്ടോ. ബ്ലാക്ക് അല്ലെങ്കിൽ മറ്റ് കളറുകൾ യൂസ് ചെയ്താൽ അത് ശരിക്കും എടുത്ത് കാണിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ബ്ലാക്ക് ആകുമ്പോൾ പെട്ടെന്ന് അറിയില്ല. അതുകൊണ്ട് ഇതുമാതിരിയുള്ളൊരു ബ്ലാക്ക് ബാൻഡ് എടുക്കുക. എന്നിട്ട് ഇതുമാതിരി ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ഇത് പതുക്കെ നമ്മൾ ടൈ ചെയ്ത ഭാഗം പതുക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് തള്ളി കൊടുക്കുക. എന്നിട്ട് ടൈ ചെയ്ത ഭാഗത്തിന് മുന്നിൽ ക്ലിപ്പ് കുത്തരുത്. ടൈ ചെയ്ത ഭാഗത്തിന് ശേഷം ടൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നമ്മൾ ക്ലിപ്പ് കുത്തി അത് ഉറപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ പഫ്. ഇതുമാതിരിയുള്ള 2 or 3 ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടൈ ചെയ്ത ഭാഗം ഒന്ന് ഫ്രണ്ടിലോട്ട് തള്ളിക്കൊടുത്ത് ടൈ ചെയ്ത ഭാഗത്തിൻ്റെ കീഴെ ഈ ക്ലിപ്പ് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. ഒരു പഫ് മേക്കർ ഒന്നും ഇല്ലാണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. കണ്ടില്ലേ, ഇത് വളരെ ഈസിയാണ്. പിന്നെ ചെറിയൊരു പഫ് കിട്ടുള്ളൂ എന്ന് മാത്രം. വലുതുണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ ഇതുമാതിരിയുള്ള പഫ് മതിയെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ്. ഇതാകുമ്പോൾ ഈസിയാണ്, പിന്നെ വളരെ ചെറുതാണ്. എനിക്ക് ഇത്ര ചെറുതാണ് ഇഷ്ടം, വളരെ വലുതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അല്ലേ? പിന്നെ ഇത് മാത്രം ചെയ്താൽ പോലെ നമ്മുടെ സൈഡിലുള്ള ഹെയർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കുറച്ച് തിക്നെസ് അവിടെ തോന്നാനാണ്. അതുമാതിരി തന്നെ ഈ ഏരിയയിലുള്ള ഹെയർ എടുക്കാം. ഓക്കെ, കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ 2 സൈഡും ഇങ്ങനെയും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ട്രിക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് പഫ് മേക്കർ ഉണ്ടാക്കാം, ബംബിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു DIY ആണ്. അപ്പോൾ ഇതുമാതിരിയുള്ളൊരു സോക്സ് എടുക്കുക. ഒരു ബ്ലാക്ക് സോക്സ് തന്നെ വേണം. ഒരു ചെറിയ സോക്സ് ആയാലും മതി. അതായത് നിങ്ങളുടെ പഫ് മേക്കർ എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സോക്സ് എടുക്കുക. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള സോക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം വലിപ്പമുള്ള പഫ് മേക്കർ ഉണ്ടാക്കാൻ പറ്റും. വലിയ പഫൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് അത്ര വലുത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു സോക്സ് ആണ് എടുക്കുന്നത്.
ഇതുമാതിരിയുള്ള ഒരു ചെറിയ സോക്സ് ആണ് എടുക്കുന്നത്. എടുക്കുമ്പോൾ ബ്ലാക്ക് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ, ബ്ലാക്ക് എടുത്തില്ലെങ്കിൽ കാണും അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനത്തോണ്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളർ ഉണ്ട് ഈ സോക്സിന്, പക്ഷെ വലിയൊരു പഫ് മേക്കർ ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സോക്സ് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മടക്കാം, കണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊണ്ടു കൊടുക്കാം. നിങ്ങൾ ഉള്ളിലേക്കല്ല കേട്ടോ മടക്കേണ്ടത്, പുറത്തേക്കാണ് മടക്കേണ്ടത്. മടക്കുമ്പോൾ പരമാവധി നല്ല വൃത്തിയിൽ മടക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് നമ്മൾ ഫൈനലി ഉണ്ടാക്കുന്ന പഫ് മേക്കർ നല്ല വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ബംബീറ്റ് നല്ല വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ മടക്കി കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് ചെറുതാക്കോ വലുതാക്കോ അല്ലെങ്കിൽ വലിച്ചു നീട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർ സ്റ്റൈല്, പഫ് ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് പിന്നെ ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ, ഇങ്ങനെ റൗണ്ടിലാക്കി വെക്കരുത്. പഫ് ആകുമ്പോൾ നമുക്കതിൻ്റെ ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കണം രണ്ട് സൈഡിലോട്ടും. ഈ മടക്കുകളൊക്കെ ഈ സെൻറ്ററിലേക്ക് കൊടുത്തിട്ട് ഈ രണ്ട് സൈഡ് ഇങ്ങനെ തിക്നെസ് കുറച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പഫ് റെഡിയാക്കാനുള്ള ഹെയർ ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പഫ് ഇപ്പോൾ നമ്മൾ പഫ് മേക്കർ ഉണ്ടാക്കിയല്ലോ, പഫ് മേക്കർ ഉണ്ടാക്കിയത് ഉള്ളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു ഫ്രണ്ടിലെ ഫസ്റ്റ് ലെയർ ഹെയർ എടുക്കാനേ പാടുള്ളൂ. ഉള്ളിലുള്ളത് കുറേ എടുത്തു കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാകില്ല. അപ്പോൾ ഫ്രണ്ടിലുള്ള ഒരു ഫസ്റ്റ് ലെയർ ഹെയർ നമ്മൾ എടുക്കാം. ഓക്കെ, നല്ല പോലെ വൃത്തിയായി ചീകി എടുക്കാം. എന്നിട്ട് വേണം നമ്മുടെ പഫ് മേക്കർ അതിൽ വെക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാ എടുക്കുന്ന മാതിരി തന്നെ ഇങ്ങനൊരു പോർഷൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും തിക്നെസ് വേണ്ട. നമ്മുടെ ഈ പഫ് എടുത്തിട്ട് ഇനി നമ്മുടെ ഈ കണ്ടോ ഈ ക്ലിപ്പ് എടുക്കാം. ഹലോ, അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പഫാണിത്. പഫ് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. അപ്പോൾ വലുത് ആവശ്യമുള്ളവർക്ക് ഈ സോക്സ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതാണ് ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. നമ്മൾ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പഫിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അത് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തായാലും യൂസ്ഫുൾ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അറിയുന്ന പലരും ഉണ്ടായിരിക്കും കേട്ടോ, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുമാതിരിയുള്ള കുറേ ഹെയർ സ്റ്റൈൽ ഹാക്കുകളും കുറേ ബ്യൂട്ടി ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.